ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മളും സുഖമായിട്ടൊക്കെ ഇരിക്കുകയാണ്. ഇന്ന് നമ്മുടെ കുഞ്ഞൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ഇന്നൊരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് ഞാനാണ് കിച്ചണിൽ കയറുന്നത് കേട്ടോ. കുറേ നാളിന് ശേഷം കയറുകയാണ്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് കുറേ നെഗറ്റീവ് കമൻറ്റ്സ് വരുന്നുണ്ട്. റെസ്റ്റ് എടുക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞിട്ട്. നമ്മുടെ അവസ്ഥ നമുക്കെല്ലാം അറിയത്തുള്ളൂ, മറ്റൊരാളുടെ അടുത്ത് പറഞ്ഞു കൊടുത്താലും മനസ്സിലാവണം എന്നില്ല. ചില ആൾക്കാർക്ക് ഇതൊക്കെ കാണുമ്പോൾ എനിക്കറിയത്തില്ല, അവർക്ക് എന്തോ ഒരു പ്രശ്നം ഉള്ളതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ആ രീതിയിലുള്ള കമൻറ്റ്സൊക്കെയാണ് വരുന്നത് കേട്ടോ. ഇതിനൊക്കെ വെറുതെ റിപ്ലൈ കൊടുത്ത് എൻ്റെ ടൈം വേസ്റ്റാക്കി എൻ്റെ മനസ്സിനകത്ത് സങ്കടം ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നതേ നമ്മൾ ഫ്രൈഡ് ചിക്കനാണ്. അതിനുവേണ്ടി ഞാൻ മസാലയൊക്കെ പുരട്ടി നേരത്തെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് ചേർത്തത് നിങ്ങളൊന്ന് കാണിച്ചു തരാം. കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ചിക്കനകത്തോട്ട് ഇനി നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഇത് 1 കിലോയ്ക്ക് ഉള്ളിലേ നിൽക്കത്തുള്ളൂ കേട്ടോ ചിക്കൻ. ഇതിനകത്തോട്ട് 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളി പേസ്റ്റാണ്, അതൊരു 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മൾക്ക് കാശ്മീരി മുളക് പൊടിയാണ് 1/2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടിയാണ്, അത് 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാല ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് തൈര്, ഒരു 1/2 ബൗൾ തൈരും 1/2 ബൗൾ കോൺഫ്ലവറും കൂടെ ചേർത്ത് നല്ല രീതിയിൽ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ മസാലയൊക്കെ നല്ല രീതിയിൽ ചിക്കനകത്ത് പിടിക്കണം. അതുകൊണ്ട് നമ്മൾ കൈകൊണ്ട് മിക്സ് ചെയ്യുന്നത് തന്നെ കേട്ടോ നല്ലത്. നല്ല രീതിയിലൊന്ന് പുരട്ടി മസാലയൊക്കെ അടിപൊളിയായിട്ടൊന്ന് മസാലയ്ക്കകത്ത് കുളിപ്പിച്ച് ഇവനെ വെക്കണം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പിന്നെ രാവിലെയാണ് കേട്ടോ മസാലയൊക്കെ പുരട്ടി വെച്ചത്. അത് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴാണ് നമ്മൾ ഇത് എടുക്കുന്നത്. അത്രയും നേരം ഇരിക്കുമ്പോഴത്തേക്ക് മസാലയൊക്കെ നല്ല രീതിയിൽ ചിക്കനകത്ത് പിടിക്കും കേട്ടോ. നമുക്ക് ഒരുപാട് സമയം വെക്കാൻ പറ്റത്തില്ലെങ്കിൽ ഒരു മണിക്കൂർ അരമണിക്കൂറോ കാണാൻ വെച്ചാലും മതി കേട്ടോ. പിന്നെ ഈ ഒരു റെസിപ്പി എൻ്റെ സ്വന്തമല്ല കേട്ടോ. ഇതെനിക്ക് ഫേസ്ബുക്കിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. ചുമ്മാ ഇങ്ങനെ നോക്കി വന്നപ്പോഴത്തേക്ക് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ മസാലയൊക്കെ പുരട്ടി നമ്മുടെ ചിക്കൻ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഫ്രീസറിലല്ല, താഴത്തെ തട്ടിലാട്ടോ വെച്ചിരുന്നത്. അത് കഴിഞ്ഞ് വൈകുന്നേരത്ത് നമ്മൾ ഫ്രൈ ചെയ്യാൻ നേരത്താണ് നമ്മൾ എടുത്തത്. അപ്പോൾ അതിന് മുന്നായിട്ട് ഇതാ നമ്മൾ മൈദാമാവ് എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് വേണം നമ്മൾ ചിക്കൻ ഒന്നും കൂടെ ആ ഒരു മസാലയ്ക്കകത്ത് ഇങ്ങനെ വെച്ചിരുന്നില്ലേ, അത് നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് എടുത്ത് മാറ്റി വെക്കണം കേട്ടോ. ഇതിന് മുന്നേ ഞാൻ ഫ്രൈഡ് ചിക്കൻ്റെ റെസിപ്പി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഈ രീതിയിലല്ല, അത് വേറൊരു രീതിയിലാണ്. അത് ഭയങ്കര ടേസ്റ്റും ഭയങ്കര ജ്യൂസി ആയിട്ടുള്ളതാണ് കേട്ടോ. അതിൻ്റെ ലിങ്ക് വേണമെങ്കിലും ഞാൻ നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലോ കൊടുത്തേക്കാം. നിങ്ങൾ കയറി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അതും അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന അതേ ടേസ്റ്റിലാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ ഇതാ നമ്മൾ നമ്മുടെ മസാല പുരട്ടി വെച്ചിരുന്ന ചിക്കൻ നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇതാ നമ്മുടെ ആ ഒരു മസാല നമ്മൾ കളഞ്ഞിട്ടില്ല കേട്ടോ, അത് തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചട്ടി വെച്ച് കൊടുക്കാം. ഞാൻ കുഞ്ഞ് ചീനിച്ചട്ടിയായിട്ട് എടുത്തേക്കുന്നത്. കുഴിയുള്ളത് എനിക്ക് വലുതില്ല, അതുകൊണ്ട് ഞാൻ ചെറുതാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് 2-3 വട്ടം ഇടേണ്ടതായിട്ട് വരും. ഇനി നമ്മുടെ ചിക്കൻ നമ്മൾ മാറ്റി പാത്രത്തിൽ വെച്ചില്ലേ, ആ ചിക്കൻ എടുത്ത് നമ്മുടെ മസാലയ്ക്കകത്ത് ഒന്നും കൂടെ ഒന്ന് മുക്കി എന്ന് എടുത്തതിന് ശേഷം ഈ ഒരു മൈദ മാവിനകത്തോട്ട് നല്ല രീതിയിൽ ഇങ്ങനെ ആ മാവ് ഇട്ടിട്ട് വേണം നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാൻ. ആ ചിക്കനകത്ത് പിടിച്ചിങ്ങനെ അമർത്തരുത് കേട്ടോ, മാവ് കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ കയ്യിലൊന്നും ആവത്തില്ല കേട്ടോ. അപ്പോൾ അതിനകത്തോട്ട് ആ ഒരു ചിക്കനകത്തോട്ട് ആ മാവിൻ്റെ ആ ഒരു കോട്ടിങ് ഇങ്ങനെ പിടിക്കും കേട്ടോ. എന്നിട്ട് നമ്മളൊന്ന് കുടഞ്ഞിട്ട് സെപ്പറേറ്റ് മാറ്റി വെക്കുക. അതേപോലെ ഓരോന്നും ഇങ്ങനെ എടുത്ത് നമ്മുടെ ആ ഒരു മസാലയ്ക്കകത്ത് മുക്കി അത് കഴിഞ്ഞിട്ടും ആ മാവിനകത്ത് മുക്കിയിട്ട് നമുക്ക് ഓരോന്നോരോന്നും ഇങ്ങനെ മാറ്റി വെക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ എണ്ണ ഇങ്ങനെ ചൂടായി വരും കേട്ടോ. അങ്ങനെ ഇതെല്ലാം ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ആ എണ്ണ ഒന്ന് ചൂടായി വന്ന സമയത്ത് നമ്മളിതാ നമ്മുടെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. നോർമൽ വാട്ടർ കേട്ടോ, പച്ചവെള്ളം. അതെടുത്തതിന് ശേഷം അതിനകത്തോട്ട് ജസ്റ്റ് ഒന്ന് മുക്കിയതിന് ശേഷം എടുത്തിട്ട് വീണ്ടും നമ്മൾ നമ്മുടെ ആ ഒരു മൈദ മാവിനകത്തോട്ട് തന്നെ ഇട്ടിട്ട് ഒന്നും കൂടെ ആ ഒരു പ്രസ് ചെയ്യുക. മാവ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് എടുത്തിട്ട് നല്ല രീതിയിലൊന്ന് കുടയണം കേട്ടോ. കുടഞ്ഞെടുക്കുമ്പോഴേ അതിനകത്ത് ആ ഒരു നമുക്ക് ഈ ബ്രോസ്റ്റഡ് നമ്മൾ വെളിയിൽ നിന്നൊക്കെ മേടിക്കത്തില്ലേ ഫ്രൈഡ് ചിക്കനൊക്കെ, അപ്പോൾ അതിനകത്ത് പുരുരാന്നിരിക്കത്തില്ലേ, ആ രീതിയിൽ നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഒന്ന് നല്ല രീതിയിലൊന്ന് കുടഞ്ഞതിന് ശേഷം മാറ്റി വെച്ചിട്ട് പിന്നെ നമ്മുടെ ചൂട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക. ഇത് ലോ ഫ്ലെയിമിലാട്ടോ ഞാൻ ഇട്ടേക്കുന്നത്, ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും, പക്ഷേ ഉള്ളു വേവത്തില്ല. അതുകൊണ്ട് നമ്മൾ തീ എപ്പോഴും കുറച്ചിട്ടിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുറച്ച് നേരം പിടിച്ച് ഇങ്ങനെ എന്താ പറയുക മുക്കി പിടിച്ചിട്ട് പതിയെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഇങ്ങനെ ഒരു മൊരിഞ്ഞിങ്ങനെ പതുക്കെ മൊരിഞ്ഞ് വരുമ്പോൾ നല്ലൊരു മണം കിട്ടും കേട്ടോ. ഞാനത് നന്നായിട്ട് മുങ്ങിക്കിടക്കാത്തത് കൊണ്ട് എണ്ണ കുറച്ച് മുകളിലോട്ടും കോരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ.
എന്തെന്ന് വെച്ചാൽ ഇതെനിക്ക് ഒരുപാട് എണ്ണ ഒഴിച്ചാൽ നമുക്കത് വേസ്റ്റായി പോകുമല്ലോ. ഞാൻ അതുകൊണ്ട് ചെറിയ പാത്രമാണല്ലോ, അതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണ എടുത്തിട്ടുള്ളൂ. അങ്ങനെ പിന്നെ ഇതാ തിരിച്ചും മറിച്ചും ഇട്ട് നമ്മുടെ ചിക്കൻ അങ്ങനെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇത് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തേക്കുന്നത്, വെളിച്ചെണ്ണയല്ല. വെളിച്ചെണ്ണ ചേർക്കുമ്പോഴത്തേക്ക് ആ ഒരു വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് വരും. നമ്മൾ ഗോൾഡ് വിന്നറോ സൺഫ്ലവർ ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഉള്ള എണ്ണ നമ്മൾ യൂസ് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ ഒരു ട്രിപ്പ് ഇട്ടത് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ ഒന്ന് കോരി ഒന്ന് മാറ്റി ഒന്ന് വെക്കുന്നുണ്ട്, എണ്ണയൊക്കെ ഒന്ന് വാർന്ന് പോകാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ടേ പാത്രത്തിലോട്ട് ഞാൻ മാറ്റുന്നുള്ളൂ കേട്ടോ. അങ്ങനെ അത് മാറ്റിയിട്ട് അടുത്ത ട്രിപ്പ് ഇടുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടേ എനിക്ക് നല്ല തെറിവിളി കേൾക്കുന്നുണ്ടായിരുന്നു ഇവിടെ ഒരാളുടെ അടുത്തുനിന്ന്. എന്തെന്ന് വെച്ചാലേ ഒരാഴ്ചയായി കേട്ടോ, കുഞ്ഞൻ എനിക്ക് ഒരു സാധനം കൊണ്ടു തന്നു. എന്തെന്ന് വെച്ചാലേ നമ്മുടെ കിവി ഉണ്ടല്ലോ, കിവി കൊണ്ടുവന്ന് വെച്ചിരുന്നു. അത് ഞാൻ കഴിക്കാമെന്ന് വെച്ച് ശരിക്കും പറഞ്ഞാൽ ഞാനങ്ങ് വിട്ടുപോകും കേട്ടോ. എന്നും അമ്മ എൻ്റെ അടുത്ത് വയ്ക്കും ഇതിപ്പോൾ എടുത്ത് തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും ഇപ്പം വേണ്ട വെച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞ് ഒരാഴ്ചയായി. എൻ്റെ അടുത്ത് കുഞ്ഞൻ ഇന്ന് രാവിലെ പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു, ഈ സാധനം ഇന്ന് നീ കഴിച്ചില്ലെങ്കിൽ അപ്പുറത്തയ്യത്ത് ഞാൻ എടുത്ത് എറിയുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കഴിക്കാമെന്നും പറഞ്ഞിരിക്കുകയാണ്. എനിക്ക് രാവിലെ തീരെ വയ്യായിരുന്നു കേട്ടോ, ഫുഡ് കഴിക്കാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെ ആയിരുന്നു. അതുകൊണ്ട് രാവിലെ ഒന്നും പിന്നെ കഴിച്ചില്ല. അങ്ങനെ വൈകുന്നേരത്തെ ഞാൻ എടുക്കാൻ പോയപ്പോഴത്തേക്ക് കുഞ്ഞൻ പറഞ്ഞു ഇനി എടുക്കും, ഇനി നീ ഇത് വെച്ച് ഇനി നശിപ്പിച്ച് കളയത്തേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് ആൾ പിന്നെ എടുത്ത് കട്ട് ചെയ്ത് എല്ലാം വൃത്തിയാക്കി എനിക്കും തന്നു. പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് മതി എന്ന് പറഞ്ഞു. പിന്നെ അവർ രണ്ടും ഓരോ പീസൊക്കെ കഴിച്ചേട്ടോ. അതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ കിട്ടി. എല്ലാ ദിവസവും ഇങ്ങനെ വഴക്ക് പറയും, നീ ഇത് കഴിച്ചില്ലെങ്കിൽ ഞാൻ അടുത്ത് കളയുമെന്ന്. പക്ഷെ എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ലായിരുന്നു കേട്ടോ. ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ കിവി കഴിക്കുന്നത്. ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ല കേട്ടോ, ഞാനും കുഞ്ഞനും ഒന്നും കഴിച്ചിട്ടില്ല. നമ്മൾ അങ്ങനെ കിവിയൊന്നും അങ്ങനെ മേടിക്കാറില്ലായിരുന്നു. അല്ലാതെ നമ്മൾ ഈ ഒരു ഫ്രൂട്ട് സലാഡിനകത്തൊക്കെ ഇട്ട് അന്നേരം കിട്ടത്തില്ല, അങ്ങനെ കഴിച്ചിട്ടേ ഉള്ളൂ കേട്ടോ. അല്ലാതെ സെപ്പറേറ്റ് ഇങ്ങനെ വാങ്ങിച്ചൊന്നും കഴിച്ചിട്ടില്ല. പക്ഷെ നല്ല ടേസ്റ്റൊക്കെ ആയിരുന്നു. ഇതിൻ്റെ ടേസ്റ്റ് ചിലപ്പം കൊള്ളാവോ ഇല്ലയോ എന്നൊക്കെ എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. പിന്നെ എല്ലാവരും പറഞ്ഞിരുന്നല്ലോ പ്രഗ്നൻസിയിൽ നമുക്ക് കിവി കഴിക്കുന്നത് നല്ലതാണെന്ന്. അങ്ങനെ പിന്നെ കുഞ്ഞൻ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ, നിങ്ങളുടെയൊക്കെ പറച്ചിൽ കേട്ടിട്ട്. അങ്ങനെ എന്താ നമ്മുടെ ഫ്രൈഡ് ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം കുഞ്ഞൻ എൻ്റെ അഭിപ്രായം പറയും. നിങ്ങൾ ആക്ടിങ് മാത്രമേ കണ്ടിട്ടുള്ളൂ, കേട്ടിട്ടില്ലല്ലോ. ആ ടേസ്റ്റ് ഉണ്ടോ നമ്മൾ അന്നുണ്ടാക്കിയതിൻ്റെ? ഇന്ന് വേറെ മാതിരിയാണ് ഉണ്ടാക്കിയത്. വലുതെടുക്ക്. എങ്ങനെയുണ്ടമ്മ? അന്ന് ഉണ്ടാക്കിയത് പോലെ തന്നെയാണ്. ആണോ? കളത്തിനും പോലെ കൊള്ളാമോ? നല്ല സ്പോഞ്ച് പോലെ വെന്ത് നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ. അന്ന് ഭയങ്കര ജ്യൂസി ആയിരുന്നു മറ്റേ, ഇത് നന്നായിട്ടായിട്ടുണ്ട്. കൊള്ളാം. നമുക്ക് ഇനി ഇങ്ങനെ ഉണ്ടാക്കിയത് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാം. അങ്ങനെ നമ്മൾ ഫ്രൈഡ് ചിക്കനൊക്കെ കഴിച്ചു. പിന്നെ നമുക്ക് അപ്പം രാവിലത്തെ ഇരിപ്പുണ്ടായിരുന്നു, പിന്നെ അതൊക്കെ ആയിട്ട് നമ്മൾ കഴിച്ചത്. വേറെ ഒന്നും ഉണ്ടാക്കാൻ നിന്നില്ല. പിന്നെ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇതിന് മുന്നേ ഉണ്ടാക്കിയത് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം, അത് നിങ്ങൾ നോക്കുക. അതിനകത്ത് ഇഷ്ടപ്പെടുവാണെങ്കിൽ അത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ, സീ യു.